നമസ്കാരം. വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചന് മർദ്ദനമേറ്റു. പുൽപ്പള്ളി മുള്ളൻകൊല്ലിയിൽ വെച്ചാണ് മർദ്ദനമേറ്റത്. പാർട്ടി പരിപാടിക്കിടെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരാണ് DCC പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തത്. കയ്യേറ്റത്തിനിടെ DCC പ്രസിഡന്റ് നിലത്ത് വീണു. മുള്ളൻകൊല്ലിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വികസന സെമിനാറിൽ വെച്ചായിരുന്നു മർദ്ദനം. മണ്ഡലം പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ് കയ്യാങ്കളിയിൽ കലാശിച്ചതെന്നാണ് വിവരം. സംഘർഷത്തെ തുടർന്ന് സെമിനാർ നടത്താനായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആലോചനാ യോഗത്തിനിടയിലായിരുന്നു സംഭവം. ND അപ്പച്ചനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് നിലവിലെ മണ്ഡലം പ്രസിഡന്റ്. ഇതിൽ IC ബാലകൃഷ്ണൻ ഗ്രൂപ്പിനും KL പൗലോസ് ഗ്രൂപ്പിനും എതിർപ്പുകളുണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മണ്ഡലം പ്രസിഡന്റിനെ മാറ്റണമെന്ന തർക്കമാണ് DCC പ്രസിഡന്റിനെ മർദ്ദിക്കുന്ന നിലയിലേക്ക് സ്ഥിതിഗതികൾ എത്തിച്ചത്. മർദ്ദനമേറ്റ അപ്പച്ചൻ നിലത്ത് വീണതായിട്ടാണ് വിവരം. പിന്നീട് പ്രവർത്തകർ അദ്ദേഹത്തെ സ്ഥലത്ത് നിന്ന് എടുത്തു മാറ്റുകയായിരുന്നുവെന്നാണ് സൂചന. സംഭവം പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. ഏതാനും നാളുകളായി വയനാട് കോൺഗ്രസിൽ ചില അസ്വാരസ്യങ്ങളുണ്ട്. IC ബാലകൃഷ്ണനും ND അപ്പച്ചനും തമ്മിൽ ഇത്തരത്തിൽ വാക്കുതർക്കം ഉണ്ടായതിന്റെ ഓഡിയോ സന്ദേശവും മുമ്പ് പുറത്തു വന്നിരുന്നു. വാക്കുതർക്കവും കടന്ന് കയ്യാങ്കളിലേക്ക് നീങ്ങിയതോടെ കോൺഗ്രസിന് നാണക്കേടുണ്ടാക്കുന്ന നിലയിലേക്കാണ് വയനാട്ടിൽ കാര്യങ്ങൾ നീങ്ങുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഉൾപാർട്ടി പോര് കോൺഗ്രസിന് വയനാട്ടിൽ വലിയ ക്ഷീണമുണ്ടാക്കിയേക്കും. പ്രിയങ്ക ഗാന്ധി MP ആയ ലോക്സഭാ മണ്ഡലത്തിലാണ് അടിപൊട്ടിയത് എന്നതുകൊണ്ട് തന്നെ വിഷയം കോൺഗ്രസ് നേതൃത്വം ഗൗരവത്തോടെ കണ്ടേക്കും. സംഭവത്തിൽ DCC അധ്യക്ഷനെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കാനും സാധ്യതയുണ്ട്.